പട്ടിക്കാട് ജാമിയ നൂരിയ വഹാബികളിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഇതെന്താ സംഭവം? വഹാബികൾക്ക് എന്ത് ബന്ധാണ് സഹോദരങ്ങൾ പട്ടിക്കാട് ജാമിയ നൂരിയായിട്ട്? മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും അവിടെ സന്ദർശിച്ചോ? അല്ലെങ്കിൽ ആ ഉസ്താദുമാർക്ക് ആർക്കെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമല്ല, ഒരാളും അറിയില്ല. പിന്നെ എങ്ങനെയാ അവിടെ വഹാബിസം കയറിയത്? വഹാബിസം കയറുന്ന എങ്ങനെയല്ലോ? ഈ വഹാബിസം ഒരു സംഘടന പ്രചരിപ്പിക്കണമല്ല. കേരളത്തിലുടനീളം മുജാഹിദ് ആദർശം പള്ളികൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇത് എങ്ങനെയാണ്? ഈ സംഘടനയല്ല ഇതിന്റെ പരിപാടി നടത്തുന്നത്. സംഘടനക്ക് ഇത് അറിയില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? കിതാബ് ഓതി പഠിച്ച ആളുകൾ ധൈര്യം ഉണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? അവർ പഠിച്ചതെന്ന് പറയും. അത് പറഞ്ഞതാ പട്ടിക്കടത്ത് ഉസ്താദുമാര്. അത് പറഞ്ഞു നോക്കുമ്പോ അവർക്ക് ബോധ്യമായി ഇത് വഹാബിസാണല്ലോ എന്നായി. അങ്ങനെ പിന്നെ ബഹളായി, ആകെ പ്രശ്നമാക്കി. അത്രേ ഉള്ളൂ. ഞങ്ങളാരും അറിയില്ല. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സംഘടനയല്ല, ഇത് അള്ളാന്റെ ദീനിന്റെ പ്രമാണങ്ങളാണ്. അത് ആത്മാർത്ഥമായി പഠിച്ചവർക്ക് ആരും പേടില്ലെങ്കിൽ ധൈര്യമുള്ളവരാണെങ്കിൽ വലതർ പറയും, അത് വിളിച്ചറിയും. അതാണ്. ഇപ്പൊ ഞാന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന്, അപ്പൊ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ദാരിമിയുണ്ട്, അദ്ദേഹം തന്നെ മുജാഹിദ് ആദർശം സ്വീകരിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അലനല്ലൂരിലെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ് ഉമർ ഫൈസി മുജാഹിദ് ആദർശക്കാരനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ച് ഞാൻ പോയി പ്രസംഗിച്ചു. അങ്ങനെ ഇത് അറിഞ്ഞ് നമ്മുടെ നാട്ടില് കരുവാരകുണ്ടിലെ മുജാഹിദ് പ്രവർത്തകർ ഇത് എങ്ങനെയോ അറിഞ്ഞു. അപ്പൊ അവരുടെ ഇടയിൽ ചർച്ച, ഒരു ഉമർ ഫൈസി മുജാഹിദായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾക്ക് അയാളൊന്ന് കാണുന്നല്ലോ. അപ്പോ അതിലൊരാൾ പറഞ്ഞതേ, നമുക്ക് അങ്ങനെ ഒരാൾ മുജാഹിദായി എന്ന് കേട്ടിട്ട് ആൾ തേടിപ്പോകാനൊന്നും ആവില്ല. മുജാഹിദ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പള്ളിയിൽ വരും, നമ്മളെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കും, നമ്മളുടെ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താ മുജാഹിദ് പ്രവർത്തകർ പറയുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആദർശം പടർന്ന് പന്തലിക്കുന്നത് ഈ സംഘടന കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല. മോലിയമാര് അവരുടെ കിതാബിലുള്ള സത്യം കൃത്യമായിട്ട് പഠിച്ച് അത് പറഞ്ഞാ അത് മുജാഹിദ് ആദർശമായി. അതാണ് ഇപ്പൊ പട്ടിക്കാട് ജാമിയ നൂരിയിൽ നടക്കുന്നത്. വേറൊന്നുമല്ല. ഈ വാഫി കോഴ്സ് പൊളിയാൻ കാരണം എന്താ? സമസ്ത വാഫി കോഴ്സ് തകർക്കാൻ കാരണം എന്താ? അല്ലെ? അബ്ദുൽ ഹക്കീം ഫൈസിയെ സമസ്തയിൽ പുറത്താക്കാൻ കാരണം എന്താ? അവര് പഠിച്ച സത്യം തുറന്നു പറയാൻ തയ്യാറായി. അപ്പൊ എന്തായി? അവർക്ക് പണിയായി. എന്നാ ഈ അബ്ദുൽ ഹക്കീം ഫൈസിക്ക് മുജാഹിദുകളായിട്ട് വല്ല ബന്ധോട്ടോ? ഒരു ബന്ധമല്ല. ഉള്ളത് പച്ചക്ക് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സത്യം പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമസ്തക്ക് പരിക്കേൽക്കും. മാത്രവുമല്ല, ഇതില് കിതാബോധിയ മൗലവിമാര് പലരും ഇതിലുണ്ട്. മാത്രമല്ല, മുസ്ലിംമാരായിട്ട് ബന്ധമുള്ളവരും ഉണ്ട്. പിന്നെ നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മള് വിശ്വാസപരമായി അശരി ത്വരീക്കത്തുകാരാണ്. സമസ്തന്റെ ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, കിതാബോധിയ മൗലവിമാരുണ്ടല്ലോ, നിങ്ങളുടെ പരിചയക്കാരുണ്ട്. ഈ ഇമാം അശരിയുടെ ഒരു കിതാബ് എടുക്കുക, അൽ ഇബാന ഫി ഉസൂൽ ദിയാന. ഇമാം അശരിയുടെ കിതാബാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് കേട്ട് നടക്കണമല്ലാണല്ലോ സമസ്തക്കാര്. അശരി ത്വരീഖത്തുമാണ്. ശരി, മുജാഹിദുകളെ സ്വീകരിക്കണില്ല എന്നാ അപ്പൊ പറയല്. എന്നാൽ ഇമാം അശരിയുടെ ഇബാന ഇതെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുജാഹിദുകൾക്ക് എതിരും സമസ്തക്ക് അനുകൂലവുമായിട്ട് ഇസ്ലാമിന്റെ നാലാലൊരു പ്രമാണം ഉദ്ധരിച്ച് ഇമാം അശരി പറഞ്ഞ ഒരു വരി അതിന്ന് വായിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിംമാരെ കൊണ്ട് കഴിയുമോ? നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇമാം അശരിയുടെ കിതാബിൽ മുജാഹിദുകൾക്കെതിരെ ഇമാം അശരി പ്രമാണം ഉദ്ധരിച്ച് പറയുന്ന ഒരു വരി അതിൽ കാണിക്കാൻ കഴിയുമോ എന്നൊന്ന് ചോദിച്ചു നോക്കി മുസ്ലിംമാരോട്. എന്നാൽ സമസ്തക്ക് എതിരും മുജാഹിദിന് അനുകൂലവുമായി ഒരു ഡസൻ ഉദ്ധരണി ഇമാം അശരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബ് ഞാൻ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തു തരാം. എന്നിട്ട് നിങ്ങളുടെ മഹല്ലിൽ നിങ്ങളുടെ ഉസ്താദുമാരെ സമീപിക്കും. എന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ ചോദിച്ചു നോക്കും. മുസ്ലിംമാര് പറയാണ് ഞാൻ ആ അണ്ടർലൈൻ ചെയ്തത് തെറ്റാണ്, ഞാൻ നുണ വർദ്ധിക്കാണെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ മുജാഹിദ് ആദർശം നിർത്തിയിട്ട് സമസ്തീക്കണ വരാം. മനസ്സിലായില്ലേ? ഈ വെല്ലുവിളിയല്ല, ഈ ഒരു സത്യാന്വേഷണത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് സ്വാഗതം. എന്റെ പ്രൈവറ്റിൽ വരാം. ഗ്രൂപ്പ് നമ്മളെന്താ പറയുക, ചർച്ചയ്ക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് എന്റെ പ്രൈവറ്റിൽ വരാം. ഞാൻ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇമാം അശരിയുടെ കിതാബിൽ നിന്ന് സമസ്തക്ക് എതിര് മുജാഹിദിന് അനുകൂലമായിട്ടുള്ള ഇബാർത്തി തരാം. അത് നിങ്ങളെ ഉസ്താദുമാർക്ക് പള്ളിയിലെ ഉസ്താദിന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി.
ശരിയാണോ തെറ്റാണോ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞാൽ ഉടനെ ആ മുജാഹിദിന് സമസ്തയ്ക്ക് വരാം. പക്ഷെ തെറ്റാണെന്ന് പറയുമ്പോൾ എന്ത് വേണം? അതിന്റെ തെളിവും കൂടി അദ്ദേഹം പറയണം. മനസ്സിലായില്ലേ? അതുപോലെ ഇമാം ഷാഫിയുടെ അൽ ഉമ്മ്, ഈ അൽ ഉമ്മ് എന്ന് പറയുന്ന ഇമാം ഷാഫിയുടെ ഗ്രന്ഥം എടുക്കുക. എന്നിട്ട് അതില് മുജാഹിദിന് അനുകൂലമുള്ള കാര്യങ്ങളും സമസ്തക്ക് അനുകൂലമുള്ള കാര്യങ്ങളും എത്ര ശതമാനമുണ്ട് നോക്കുക. മുജാഹിദിന് അനുകൂലമായിട്ട് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ മനുഷ്യനാണുള്ള, തെറ്റും ശരിയൊക്കെ ഉണ്ടാവും ഒരു മനുഷ്യനാവുമ്പോ, പ്രവാചകനല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിൽ വരുന്ന മുജാഹിദിന് അനുകൂലമായിട്ട് ഒട്ടുണ്ടോ, സമസ്തക്ക് അനുകൂലമായിട്ട് ഒട്ടുണ്ടോ എന്ന് നോക്കാം. അതിനുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മിക്ക മഹലുകളിലും ഉണ്ടല്ലോ ഇമാം ഷാഫിന്റെ അല്ലുമ്മ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇമാം ഷാഫിന്റെ ഉമ്മാണ് പരിശോധിച്ചാല് മുജാഹിദുകൾക്ക് അനുകൂലമായി 80% കാണാം, സമസ്തക്ക് അനുകൂലമായി ഒരു 5% കാണാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സത്യങ്ങൾ കിതാബുകൾ, ഇനി മാത്രമല്ല മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ല വലിയ ഷെയ്ഖായിട്ടും അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഷെയ്ഖാണെന്ന് പറഞ്ഞ നിലവിളി കൂടുതലുണ്ടല്ലോ. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉന്നത്ത് എടുത്തു നോക്കി. അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ സമസ്ത എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിരാ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. മുജാഹിദുകൾ എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപന മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. മൂപ്പരെ ഉന്നത്ത് എടുത്തു നോക്കി. അപ്പൊ കിതാബുകളിലുള്ള സത്യങ്ങൾ അറിയാതെ പട്ടിക്കാട് കോളേജിലെ ഉസ്താദുമാര് പറഞ്ഞു പോവുകയാണ് കൂട്ടരെ. ആ സാധുക്കളെ കല്ലെറിയാതെ വീട്. അവിടുന്ന് പണ്ഡിതന്മാര് പഠിച്ചിറങ്ങട്ടെ. ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചിറങ്ങിയതാ. ദഹവ് ചെയ്തിട്ട് എനിക്ക് എന്റെ സമസ്തയുടെ അനുഭാവികളായ ആളുകളോട് പറയാനുള്ളത്, ആ പാവങ്ങളെ കല്ലെറിയല്ലേ അത് ഞങ്ങൾക്ക് ഓതി പഠിച്ചത് പറയാണ്. അസ്സലാമു അലൈക്കും. അതേപോലെ എടത്തനാട്ടുകരയിൽ എങ്ങനെയാണ് മുജാഹിദുകൾ ഉണ്ടായത് നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ? ഈ എടത്തനാട്ടുകരയില് പഴയ കാരണന്മാരോട് ചോദിച്ചാൽ അറിയും അതിന്റെ ഒരു വസ്തുത. അവിടെ പൂക്കാടഞ്ചേരി എന്ന് പറഞ്ഞൊരു മഹലുണ്ട്. ആ മഹലില് വളരെ വലിയ പണ്ഡിതനായ പറപ്പൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവിടെ ജോലിയേറ്റ്, അവിടെ ദർസേറ്റ്. അങ്ങനെ അദ്ദേഹം അവിടെ മുദരിസായി നിൽക്കുന്ന കാലത്ത് അദ്ദേഹം കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിൽപ്പെട്ട ആളാ. അയാൾ എന്ത് ചെയ്തു? കിതാബിലുള്ള സത്യങ്ങൾ ജനങ്ങളോടത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും തന്നെ ജനങ്ങളോട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, മൂല്യമായിരിക്കാളും. അപ്പൊ നാട്ടുകാരും അവിടുത്തെ കാരണന്മാരൊക്കെ പറഞ്ഞത്, എന്നാ ഉസ്താദെ നമുക്ക് ഈ കിതാബിലുള്ളതാണ് പറഞ്ഞാൽ പോരെ, അതാണ് പ്രവർത്തിച്ചാൽ പോരെ, നമ്മൾ എന്തിനാണ് ഇടങ്ങാറാണ് എന്ന് പറഞ്ഞ. അങ്ങനെ ആ മഹല്ലുകാർ മൊത്തം എന്താണ് ആകണത്? കിതാബിലുള്ളത് പറയാം, കിതാബിലുള്ളത് പ്രവർത്തിക്കാന്ന് അവരോട് തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് അങ്ങനെയാണ് പോയി നോക്കുമ്പോ പിന്നെ അവര് മുജാഹിദാണ്. അപ്പൊ പൂക്കാടഞ്ചേരിന്റെ തൊട്ടടുത്ത മഹല്ലുകാർ എന്ത് ചെയ്ത്, എങ്ങനെയാണോ കിതാബിലുള്ളതാണോ പറയുന്നത് നമ്മൾ സ്വീകരിക്കുക. അതിന്റെ അപ്പുറത്തെ മഹല്ലുകാരും അങ്ങനെ അങ്ങനെ ഇടമുറിയാതെ 26ഓളം മഹല്ല് അങ്ങോട്ട് മുജാഹിദായി. ഇത്രയേ ഉള്ളൂ. മുജാഹിദ് സംഘടന പോയിട്ട് വിപ്ലവം ഉണ്ടാക്കിയതല്ല. പള്ളി ദർസിന്ന് കിതാബ് ഓതി പഠിച്ച നല്ല ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് ഉണ്ടായത്. അല്ല വേറെ ആരും ഇടപെട്ടിട്ടല്ല അടുത്തനാട്ടിൽ മുജാഹിദ് ഉണ്ടായത്. ശരിയല്ലേ? ഏടവണ്ണിയിൽ എങ്ങനെ മുജാഹിദ് ഉണ്ടായത്? നല്ല കിതാബ് ഓതി പഠിച്ച് ഇൽമും ഫഹ്മും ഉള്ള നമ്മളുടെ സലാം സുലമിന്റെ വാപ്പ എടവണ്ണ അലവി മൗലവി വലിയ പണ്ഡിതനാ. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ്. അതായത് ഉലമാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ സംഘടന ഉണ്ടാക്കിയതല്ല ഇതിനെ. സംഘടന പിന്നെ എന്തിനാണ്? ഈ ആൾക്കാരൊക്കെ പാടെ കൂടി വരുമ്പോ ഈ ആളുകളൊക്കെ ഒരു റൂട്ടിൽ കൊണ്ടുപോകണല്ലോ. അതിനു വേണ്ടി ഒരു സംഘടന അവിടെ നിന്നു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അതല്ലാതെ ഇത് ഇവർ പ്രചരിപ്പിക്കുന്ന പോലെ ബ്രിട്ടനും റഷ്യയും ഒക്കെ പാടെ ഇടപെട്ടിട്ടല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുജാഹിദുകൾക്ക് എതിരെ തെളിവുകൾ പറഞ്ഞ് ഇവരെ പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ തരുന്നോണേന്ന് പറയാ. അപ്പൊ ആ പട്ടിക്കാർത്ത ഉസ്താദ്മാരെ പറ്റി പറയുന്ന പോലെ ഒരു വഹാബിയാളാത്തരെ. സാധുക്കളായ നിഷ്കളങ്കരായ പാവപ്പെട്ട ആ പണ്ഡിതന്മാരെ പറ്റി വഹാബികള് ഞങ്ങളെ പറഞ്ഞോളി വഹാബി തീവ്രവാദി എന്നൊക്കെ, അതൊക്കെ ഞങ്ങൾക്ക് ശീല. ഞങ്ങളെ സംബന്ധിച്ച് എന്ത് തെറി പറഞ്ഞാലും ഞങ്ങൾ അതൊരു പൂമാല പോലെ സ്വീകരിക്കും. പക്ഷെ ആ പാവങ്ങൾക്ക് സഹിക്കാനുള്ള ഒരു എന്താ പറയാ മനക്കരുത്ത് ഉണ്ടാവില്ല. കാരണം അവരെ ജനങ്ങൾ ഇങ്ങനെ ആദരിച്ച് കൊണ്ടുവന്ന് ഇത്രയും നാൾ അങ്ങനെ പോകുന്ന ആ പാവങ്ങളെപ്പം പിടിച്ച് കല്ലെറിയുന്നത് ഒരു വേദനയുള്ള കാര്യമാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. മുജാഹിദുകളെ സംബന്ധിച്ച് പുസ്തകമാണ് ഇറക്കിയത്. ബ്രിട്ടീഷ് ചാരന്മാരാണ് ഇവര് എന്ന് പറഞ്ഞിട്ട്.
കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏരിയകളിലേക്ക് ആ പുസ്തകം പ്രചരിപ്പിച്ചു. ബ്രിട്ടീഷ് ചാരൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടാ ഇവരുടെ പ്രചരണം. എന്നിട്ട് കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലും ഏകദേശം 1990 കാലത്തൊക്കെ ഏത് സ്ഥലത്തും ആ പുസ്തകം കാണാൻ ഇടയായിരുന്നു. അവസാനം പടച്ചോനാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിച്ചു, ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിപാടിയാണിത് എന്നുള്ള ധാരണ ആളുകളുടെ മനസ്സിലേക്ക് എത്തി. പക്ഷെ അള്ളാഹ് ഇടപെടും. മുജാഹിദുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു സംഘടനയല്ലത്, ഈ ആദർശാണ്. അള്ളാഹിന്റെ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയാണിത്. അപ്പൊ അതുമ്മ ആരെങ്കിലും ഇടപെട്ടാൽ അള്ളാഹ് ഇടപെടും. അള്ളാഹുത്താൽ എന്ത് ചെയ്തു വരും? ബ്രിട്ടീഷുകാരൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നുള്ള ഈ പുസ്തകം ഇറക്കിയ മനുഷ്യണ്ട്. ആരാ? കക്കാട് മുഹമ്മദ് ഫൈസിയുടെ അനുജൻ ഉസ്മാൻ നിസാമി. ഉസ്മാൻ നിസാമിയെ അള്ളാഹുത്താലാണ് മുജാഹിദാക്കി. അയാൾ മുജാഹിദ. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആൾ ഇന്ന് മുജാഹിദായിരിക്കുന്നു. എന്താണ് മൂപ്പര് ചെയ്തത്? ഈ മുജാഹിദുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചാരന്മാരാണെന്നുള്ള ആശയമുള്ള പുസ്തകമാണ് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തെ അള്ള മുജാഹിദാക്കി. ഇപ്പൊ ആ പരിപാടി ഇല്ല. അപ്പൊ ആ പുസ്തകം, അതിന്റെ പ്രചരണം ആരുമില്ല അതിന്. കാരണം എന്താ? ഒന്നും മുറിഞ്ഞു വരിക്ക്. അപ്പൊ എന്താ പറയുക, മുജാഹിദുകളെ ആരെങ്കിലും തൊട്ടാല് അതിനെ പ്രതിരോധിക്കാന് മുജാഹിദുകളല്ല വരിക. അതിനെ പ്രതിരോധിക്കാൻ ഏഴാകാശത്തിന് മുകളിൽ അർശിന് മീതെയുള്ള പടച്ച തമ്പുരാൻ ഇടപെടും. അവൻ ഇറങ്ങി വരും. അതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നത്. അള്ളയാണ് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ വഹാബിസം പ്രചരിപ്പിച്ചത്, ഞങ്ങളല്ല. പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ അള്ളയാണ് ഇടപെട്ടിട്ട് വഹാബിസം പ്രചരിപ്പിക്കുന്നത്. അല്ലേ? വാഫിയ കോയ്സ് എന്തായി? പഴയ കാരണന്മാര് പറയുന്നത് പോലെ നായ്ക്കുട്ടി വീടിയലിച്ച മാതിരിയായി. പുക കോറാച്ചി കൂടി അങ്ങോട്ട് കൂടി പോയി. അല്ലേ? ഹക്കീം ഫൈസിനെ പുറത്താക്കി. എന്താ പ്രശ്നം? ഹക്കീം ഫൈസി വഹാബിസം പ്രചരിപ്പിക്കുകയാണ്. വാഫിമാരൊക്കെ വഹാബിസത്തിന്റെ എന്താ പറയാ, ദല്ലാളന്മാരാണ്. അതാണല്ലോ ഇപ്പൊ പ്രചരിപ്പിച്ചത്. ആരാണ് വാഫിമാർക്കും അബ്ദുൽ ഹക്കീം ഫൈസിക്കും വഹാബിസം പറഞ്ഞു കൊടുത്തത്? ഞങ്ങളാ. ആകാശത്തുള്ളവൻ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്ന് വഹാബിസം പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ കണ്ടോ ഇന്ന് സമസ്ത പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയാണ്? പണ്ട് കാലത്ത് പുതിയണ്ണും പുതിയാപ്പിളിയും പോയിരുന്നത് എങ്ങനെയാ? അങ്ങനെയപ്പോ സമസ്തി മുജാഹിദുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു കണ്ടില്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു പുതിയണ്ണും. അതേമാതിരി സമസ്ത ഇന്ന് മുജാഹിദിന്റെ ബാക്കിൽ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല. ഞാൻ തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ മുജാഹിദ് സുന്നി എന്നും പറഞ്ഞുള്ള ഈ ശത്രുതയും ഈ പകയും ഈ വിദ്വേഷമൊക്കെ ഒന്ന് നിർത്തുക. അത് നല്ലതാ. തടിക്ക് ഗുണം ചെയ്യും അത്. മനസ്സിലായി? ഓ മുജാഹിദാണ്, ഓ സമസ്തയാണ് എന്ന് പറഞ്ഞിട്ട് തിരിക്കണുണ്ടല്ലോ. ഈ തിരിക്കലാണ് നിർത്തിയാൽ എല്ലാവർക്കും തടിക്ക് നന്നു. അതല്ലെങ്കിൽ പെരന്റെ മോന്തായത്തുനിന്ന് കൗക്കോൽ ഇങ്ങനെ പോരും. ഇപ്പൊ പട്ടിക്കാട് കോളേജിൽ നിന്ന് വരികയാണല്ലോ വഹാബിസം അവിടുന്നാ വരുന്നത്. ആരാ അവിടെ വഹാബിസം കയറ്റിയത്? മനസ്സിലായിക്കോളി. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ മുജാഹിദ് സമസ്ത സുന്നി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിങ്ങളായ ആളുകളെ വേർതിരിച്ചിട്ട് അവനോട് സലാം പറയാൻ പാടില്ല, അവനോട് മുണ്ടാൻ പാടില്ല, ഓന്റെ പള്ളി കയറാൻ പാടില്ല, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിർത്തിക്കളി. തടിക്ക് നല്ലതാ. ഹജ്ജിന് വലിയ പൈസ മുടക്കിയാണ്ട് പോയിട്ട് ഹജ്ജിന് ചെല്ലുമ്പോ ഹറമിൽ ആരെ തുറന്ന് നിസ്കരിക്കുന്നത്? വഹാബി ഇമാമിനെ. അല്ലേ? മസ്ജിദുൽ ഹറാമിൽ വഹാബി ഇമാമിനെ പോയി തുറന്ന് നിസ്കരിക്കുക. ഹജ്ജിന് പോണം, ഹജ്ജി ആവാൻ വേണ്ടി പോണം. അവൻ മീനയിൽ ചെല്ലുമ്പോ മസ്ജിദുൽ ഹൈഫിൽ ആരാ? വഹാബി ഇമാം. ആ ഇമാം എന്താ പറയുന്നത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് കാക്കടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്ന് പുറത്ത് നിന്നാണ് ഇമാമികളൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഇമാമിനെ പോയിട്ട് ആ തുടരുന്നത് മസ്ജിദുൽ ഹറമില്, മക്കത്ത്, മീനയിലും മസ്ജിദുൽ ഹൈഫിലും ആ ഇമാമിനെ തന്നെ. അവിടുന്ന് അങ്ങോട്ട് അറഫയിൽ ചെന്നാലോ അവിടെ മസ്ജിദ് നമീറയില് ഈ വഹാബി ഇമാമനെ മൂപ്പരെ തന്നെ തുടരുന്നത്. അവിടുന്ന് ഇപ്പുറത്ത് വന്ന് മുസ്ദലിഫയിൽ വന്നാലോ മഷറുൽ ഹറാം പള്ളിയിൽ വന്നാലോ അവിടെയും വഹാബി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുക. അവിടുന്ന് ഇനി അങ്ങോട്ട് മക്കത്ത് പല പള്ളികളുണ്ട്, അവിടെയൊക്കെ വഹാബി ഇമാമിങ്ങളാ. അവിടുന്ന് പോയി മദീനത്തെല്ലും നബിന്റെ പള്ളിയിലോ അവിടെയും വഹാബി ഇമാമനെ. മസ്ജിദ് നബിയിലും വഹാബി ഇമാം മൂപ്പരെ തുടർന്ന് നിസ്കരിക്കും. ഊഹദിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാം. ഖന്തക്കിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാം. മസ്ജിദുൽ ഖുബായിൽ അവിടെയും വഹാബി ഇമാം. ഇവിടെ ഒക്കെ വഹാബി ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കും. ഹജ്ജ് ചെയ്യുമ്പോ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂലല്ലോ. ഇമാമ് വഹാബി ആയതുകൊണ്ട് ഹജ്ജാണ് ഞാൻ ഇപ്പൊ ഏതായാലും ഇപ്പൊ നിസ്കരിക്കണല്ലോ, അത് പറയാൻ പറ്റൂലല്ലോ.
അങ്ങനെ നമസ്കരിച്ച ആ വഹാബി ഇമാമിങ്ങൾ തുടർന്ന് നിസ്കരിച്ചു വന്നോ, ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ വഹാബിനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന പണിയുണ്ടല്ലോ, നാളെ മാഷറിയിൽ പാലത്തിങ്ങൾക്കാണ് പേരിങ്ങൾ കാണിച്ചു തരാം. അത്രേ ഇപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ, ഈ ശത്രുത വെച്ച് നടക്കണവരോട്. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും.